വീട്ടിൽ വിള്ളൽ വീണ ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായ്ക്കാൻ ശ്രമിച്ച മന്ത്രിയുടെ നടപടി വിവാദമായി. അതെങ്ങനെയാണ് വിള്ളൽ സാൻഡ് പേപ്പർ കൊണ്ട് മായ്ക്കുന്നത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എഴുതി വെച്ചതാണ്. തോന്നിയവാസമല്ലേ? മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ക്രാക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഇതാണ് ആ ക്രാക്ക് എന്ന് പറഞ്ഞ് കാണിച്ചാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം ഈ സംഭവം ചെയ്തതാണ്. ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രി അവിടെ വരുന്നത്. പാവം പിടിച്ച രാജൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് ക്രാക്കല്ല, ഇത് വെള്ളം കിനിഞ്ഞിറങ്ങിയതാണ്. ആ കിനിഞ്ഞിറങ്ങിയത് ഞങ്ങൾ തന്നെ നടത്തിയ പരിശോധനയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഇപ്പം നമ്മൾ ചെന്നാൽ ആ സാധനം അവിടെ മുഴുവൻ പൊളിച്ചിട്ട് ആ ഭാഗത്ത് വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അപ്പോൾ മന്ത്രി രാജൻ അതിൻ്റെ മകൾ കയറണമായിരുന്നു വെച്ചാൽ ഒരു മന്ത്രി ചെയ്യേണ്ട പണിയല്ലെന്നായിട്ട് നമുക്ക് യാതൊരു സംശയമില്ല. ഒരു തരത്തിലൊരു അപഹാസ്യവുമാണ്. എനിവേ മന്ത്രി രാജന് ആ പ്രോജക്റ്റുമായി ഒരു ആത്മബന്ധമുണ്ടെന്നുള്ളവരെ നിഷേധിക്കരുത്. അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, നോക്കൂ, ഇത് പെൻസിൽ കൊണ്ടുള്ള വരയാണ്. ചില മാധ്യമങ്ങൾ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് ക്രാക്കിൻ്റെ വരയല്ല. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ശുദ്ധഗതിക്കോ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അദ്ദേഹം ഒരു സാൻഡ് പേപ്പർ കൊണ്ട് കയറി അത് ഉരച്ച് നോക്കൂ, ഇത് പെൻസിലാണ്, പെൻസിൽ മാർക്കാണെന്ന് അതിന് ഓഡിയോയിൽ കേൾക്കാം. പക്ഷേ ഒരു പ്രമുഖ ചാനൽ വന്ന വാർത്ത, എൻ്റെ ഇൻട്രോ ഇങ്ങനെയാണ്: വീട്ടിലെ വിള്ളൽ വീണ ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായ്ക്കാൻ ശ്രമിച്ച മന്ത്രിയുടെ നടപടി വിവാദമായി. അതെങ്ങനെയാണ് വിള്ളൽ സാൻഡ് പേപ്പർ കൊണ്ട് മായ്ക്കുന്നത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എഴുതി വെച്ചതാണ്. തോന്നിയവാസമല്ലേ? ഇങ്ങനെ എഴുതുന്ന എന്ത് ഉത്തരവാദിത്തമാണ്? ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇത് പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചെന്നൊരു അത് ക്രാക്കാണെന്ന് ആൾ കാണിക്കുമ്പോൾ അതല്ലാന്ന് തെളിയിക്കാനുള്ള മന്ത്രിയുടെ ശ്രമമാണ് ഈ കണ്ടത്. ഇത്രയേ ഉള്ളൂ. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, അല്ല തല്ലിക്കൊല്ലുക, ഈ പരിപാടി ഒരു സൈഡിൽ നിന്ന് ആരൊക്കെ തുടങ്ങി വെച്ച് അവസാനം രാജൻ ഇതിന് ഈ ആവശ്യമില്ലാത്ത ഷോ കാണിച്ച് രാജൻ പോയി പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അതിനകത്തൊരു ദുഷ്ടലാക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.